ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സീതയെ ഞാനും നിർബന്ധിച്ചതാ, ആര് കേക്കാനാ? മോനെ, ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അത് പിന്നെ പറയാം ചന്ദ്രമ്മേ. നാളെ ചിന്നുവിന് ഗാർഡിയനെ കൂട്ടി കോളേജിൽ പോകാനുള്ളതാ. ഈ അവസ്ഥയില് മൊത്തത്തില് പ്രശ്നങ്ങളാണല്ലേ ചന്ദ്രമ്മേ. കോളേജുകാരാണെങ്കിൽ ചിന്നുവിനെ പുറത്താക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുക. ഇതിപ്പോ പറഞ്ഞ് ചിന്നുവിനും കൂടി ടെൻഷൻ അടിപ്പിക്കണ്ട. അയ്യോ അമ്മേ, അയ്യോ ചന്ദ്രമ്മേ. ചിന്നു, ഇനി വച്ചോണ്ടിരിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഞാൻ ഇൻഹേലർ എടുത്തിട്ട് വരാം. അയ്യോ, ഇതില് മരുന്ന് തീർന്നല്ലോ. ഞാൻ പോയി വേറെ ഇൻഹേലർ വാങ്ങിച്ചിട്ട് വരാം. ചേട്ടാ, ഒരു ഇൻഹേലർ വേണമായിരുന്നു. എത്രയാ? 200. ശരി. അടിപൊളിയാണോ? അതൊന്നും കുഴപ്പമില്ലടാ. ഓ പിന്നെ അളിയ ദേവനല്ലേ ഇത്? ദേവനോ? ദേവനോ? അതെ, നാടൻ തുളസിക്കതിനെ താലോലിക്കുന്ന ദേവൻ. വാടം. ബ്രോ ഒന്ന് നിന്നേ. ഒരു നാടൻ പെണ്ണിനെ കൊണ്ട് ക്യാമ്പസിൽ കറങ്ങുന്നുണ്ടല്ലോ. നീ അവളുടെ രക്ഷകനാ? നിങ്ങൾ ഉദ്ദേശിച്ചത് കല്യാണിയാണെങ്കിൽ രക്ഷകൻ തന്നെയാ. അത് വെടക്ക് പിള്ളേരുടെ ക്യാമ്പസാ. അവിടെ വാദിക്കുന്നവരല്ല ഞങ്ങള്, നിയമം ഉണ്ടാക്കുന്നവരാടാ. ഞങ്ങളുടേതായ നിയമം സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ ചേട്ടന് തൂക്കേറി വിധിക്കും ഞങ്ങള്. ഡാ, നീയൊക്കെ ആ ക്യാമ്പസ് കാണുന്നതിന് മുമ്പ് അവിടെ കിടന്ന് വരവേവനാ ഞാൻ. പോയി വേറെ പണിയുണ്ടോന്ന് നോക്കടാ. അവന്റെ ആ